ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീമതി ശശികല ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ടീച്ചർ, ഇത് കാണുന്നില്ലേ ടീച്ചർ? എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോവുകയാണ്. പമ്പയിൽ എത്തുമ്പോൾ തന്നെ എത്ര ഭക്തർ സന്നിധാനത്തേക്ക് പ്രവാഹമായി എത്തും എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ പോലീസിനില്ലേ, ബോർഡ് അധികൃതർക്കില്ലേ? എന്താണ് ഇവരുടെയൊക്കെ പരിപാടി? എന്താണ് ഇവരുടെ പണി? മണ്ഡലക്കാരെങ്കിലും ഒഴുകും എന്നുള്ളത് എല്ലാവർക്കും അതിനുള്ള സൗകര്യം എടുക്കാതെ കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിന് ചെലവഴിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് നോക്കേണ്ട ഒരു കുറ്റം. അന്ന് പമ്പയിൽ വലിയ സംവിധാനം AC ഹോളും ഒക്കെ ഉണ്ടാക്കിയവര് ഈ വരുന്ന അയ്യപ്പ ഭക്തരെ പറ്റി അല്പമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നെ തുടങ്ങിയപ്പോ തന്നെ സംഗതി കയ്യിൽ നിന്ന് പാളി എന്ന് പറഞ്ഞാല് എന്തിനാണ് ഇവര് സ്വർണം കക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന മുതൽ കക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പൊ തെളിഞ്ഞു വരികയില്ലേ. അവിടെ നിന്ന് കത്താൻ ഒന്നും പറ്റില്ല. അയ്യപ്പനെ ഒഴികെ, അയ്യപ്പനെ കത്തുമെന്ന് നമുക്കറിയില്ല, അയ്യപ്പന്റെ ചൈതന്യം ഒഴികെ ഒക്കെ എല്ലാം അവിടുന്ന് മോഷ്ടിച്ച് കടത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ആഗോള സംഗമം നടത്തി എത്രയോ കോടികൾ രൂപ സമാഹരിക്കാനുള്ള പരിശ്രമമൊക്കെ നടക്കുമ്പോൾ ഏതാനും 1000 രൂപ ചെലവഴിച്ചിട്ടെങ്കിലും ഒരു ഇത്തിരി ബുദ്ധി ചെലവഴിച്ചിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അയ്യപ്പ ഭക്തർ ഇന്നേ ഗതികേടിൽ പെടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് രാജിവെച്ച് പോലെ ഭക്തജനങ്ങളുടെ പ്രക്ഷോഭം കൊണ്ട് ചവിട്ടി പുറത്താക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ്. കുറെ കൊടിയും മദ്യം കെട്ടിയിരിക്കുകയെന്ന് നാടൻ ഒരു ചെല്ലുണ്ടല്ലോ, അതാണിപ്പോ. കാരണം ക്ഷേത്രം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ പക്ഷെ ഭക്തരെയെങ്കിലും പിന്നെ സംരക്ഷിക്കേണ്ട, പിന്നെ സംതൃപ്തിപ്പെടുത്താനെങ്കിലുള്ള പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാൽ ചവിട്ടി പുറത്താക്കാനുള്ള സമയം അധികരിച്ചിരിക്കുന്നു. അതിനുള്ള കൈകാര്യകർത്തൃത്വം ഭക്തജനങ്ങൾക്ക് വരുന്നിടത്തേ അവിടെ ശരിയാവൂ എന്നുള്ളതാണ് ഇന്ന് ഓരോ ഭക്തന്റെ ഉള്ള തോന്നൽ. യെസ്, വളരെ നന്ദി ടീച്ചർ. ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും